വീണ്ടും ദൂർത്ത് തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പട്ടി ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ 1.5 കോടി രൂപ അനുവദിച്ചു. മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരസ്യമായി പരാതി ഉയർത്തിയിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, ഈ മരപ്പട്ടി വകയിലും കോടികൾ തട്ടിയെടുക്കുവാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം, അല്ലേ? എന്തായാലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടക്കം ഇത്തരത്തിൽ പരാതി ഉയർത്തിയ സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് രൂപ അനുവദിച്ചിരിക്കുന്നത്. മരപ്പട്ടി ശല്യം മന്ത്രിമന്ദിരങ്ങൾ കൂടി വരുന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കോടിക്കണക്കിന് രൂപ അനുവദിച്ചതായിട്ട് കണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പെൻഷൻ കൊടുക്കാൻ നിവർത്തി ഇല്ല, ഒപ്പം ഉദ്യോഗസ്ഥർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. പല പല പദ്ധതികളും പാതി വഴിയിൽ കിടക്കുന്ന സമയത്തിനാണ് ഇങ്ങനെ മരപ്പട്ടി ശല്യത്തിന് വേണ്ടി മാത്രമായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവിടുന്നത്. ചന്തു ലൈനിലുണ്ടെന്ന് കരുതുന്നു. ചന്തു, എന്തായാലും ഈ ഒരു മരപ്പട്ടി വിഷയത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ പിണറായി സർക്കാർ ശ്രമം തുടരുന്നു. ദൂർത്ത് വീണ്ടും തുടരുക തന്നെയല്ലേ ചെയ്യുന്നത്? പൊതുപരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് പ്രധാനമായും പരാതി ഉയർത്തിയത്. അത് പൊതുമരാമത്ത് വകുപ്പ് പരാതി പറഞ്ഞത്. അതായത് മന്ത്രിമന്ദിരങ്ങളിൽ പ്രധാനമായും ക്ലിഫ് ഹൗസിനുള്ളിൽ തന്നെ മരപ്പട്ടി ശല്യം രൂക്ഷമായിരിക്കുന്നു. വസ്ത്രങ്ങൾ അലക്കി തേച്ച് മടക്കി വയ്ക്കാൻ കഴിയില്ല, വെള്ളം തുറന്നു വയ്ക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. മരപ്പട്ടിയുടെ ശല്യം കൊണ്ട് അത് മറ്റ് മന്ത്രിമന്ദിരങ്ങളിലും ഉണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോൾ മന്ത്രിമാരുടെ ഈ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹം ഈ മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് പ്രധാനമായും പറഞ്ഞത്. പക്ഷേ ഇതിന് ഈ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്ന കാര്യം അത് ചെയ്താൽ അത് വലിയ ദുർവ്യയമാണെന്ന പരാതി വരും എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. പക്ഷേ അതിന് 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. പ്രധാനമായും 48,91,000 രൂപയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ തന്നെ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരിക്കുന്നത്. അതിൽ 50,000 രൂപ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾക്ക് 50,000 രൂപ അധികമായിട്ട് ഉപയോഗിച്ചു. അതായത് ഏകദേശം 1.5 കോടി രൂപ ഈ മന്ത്രിമന്ദിരങ്ങൾ പെട്ടെന്ന് തന്നെ മോടി പിടിപ്പിക്കുന്നതിനും ഇത്തരം പ്രശ്നങ്ങൾ മരപ്പട്ടി ശല്യം, എലി, പാമ്പ്, പഴുതാര ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനു വേണ്ടി അടിയന്തരമായി 1.5 കോടി രൂപ അനുവദിച്ചാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ ഉത്തരവിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ജനക്ഷേമപരമായ പല പദ്ധതികളും പാതി വഴിയിൽ കിടക്കുന്നു. അതിനിടയ്ക്ക് കേരളീയം, മറ്റ് പരിപാടികൾ ഒക്കെ, നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് പരിപാടികൾ വരുന്നു. ഇതിനൊക്കെ സർക്കാർ തുക മുടക്കുന്നു. ഇതിനിടയിൽ മന്ത്രിമാരുടെ വസതികളിലെ മരപ്പട്ടി ശല്യം, മരപ്പട്ടിയെ തുരത്തുന്നതിനിപ്പോൾ 1.5 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും പാമ്പ്, കീരി, മരപ്പട്ടി തുടങ്ങി ദൂരത്ത് തുടരുവാൻ വേണ്ടി പിണറായിക്ക് മുന്നിൽ പല വഴികളുണ്ട്. എന്തായാലും മന്ത്രിമന്ദിരങ്ങളിലെ മരപ്പട്ടി ശല്യത്തിനാണ് ഇപ്പോൾ 1.5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. മരപ്പട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പരസ്യമായി പരാതിയും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ദൂർത്ത് തുടരുന്നത് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ്. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.